بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم ബഹുമാന്യരായ സത്യാന്വേഷികളെ സഹോദരീ സഹോദരന്മാരെ, കേരളത്തിലുടനീളം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് മാധ്യമങ്ങളെ ആരോഗ്യകരമായി ഉപയോഗപ്പെടുത്താറുണ്ട്. വാഴക്കാട് സംവാദത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി ഓഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി ഏറ്റവും ആരോഗ്യകരമായ രൂപത്തിൽ പേരോടിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുകയുണ്ടായി. അതേപോലെ വീഡിയോ ക്ലിപ്പുകളും അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ നേർക്കാഴ്ചകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സുകളിൽ തറക്കുന്ന രൂപത്തിൽ ഈ കാഴ്ചകൾ നമുക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് യോജിച്ചതാണോ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഏതൊരു മാധ്യമവും അത് ദുരുപയോഗം ചെയ്യുക സ്വാഭാവികമാണ്. ഒരു മൈക്ക് നല്ല കാര്യങ്ങൾ പറയാനും തെറി പറയാനും ഉപയോഗിക്കാം. ഇലക്ട്രോണിക് മാധ്യമങ്ങളും ആധുനിക സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്യുന്നു എന്നതുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വീഡിയോ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുന്നതിനെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നിൽക്കുന്നവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് ആ സംവിധാനം തന്നെ ശരിയല്ല എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല. കണ്ണൂർ ജില്ലയിലും കേരളത്തിലുടനീളവും ഖണ്ഡന മണ്ഡലങ്ങൾ പരസ്പരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ക്ലിപ്പുകൾ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ വിശിഷ്യ സമസ്തയുടെ കാന്തപുരം വിഭാഗവും ചിലയിടങ്ങളിൽ ഔദ്യോഗിക വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കുക എന്ന ഒരു ലക്ഷ്യവും അന്ധവിശ്വാസാനാചാരങ്ങളുടെ നേർക്കാഴ്ചകൾ എത്തിക്കുക എന്നതും ഈ ഒരു സംവിധാനം കൊണ്ട് ലക്ഷ്യമാക്കുന്നുണ്ട്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കണ്ണൂർ ജില്ലയിലെ പൊയ്ത്തുംകടവ്, മുണ്ടേരി, തക്കാളിപ്പീടിക, കീരിയോട്, തളിപ്പറമ്പ് തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളിലും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലും സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുമെല്ലാം ക്ലിപ്പുകൾ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അന്ധവിശ്വാസ അനാചാരങ്ങൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ചില ഭാഗങ്ങളാണ്. അതിനു മുമ്പ് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ശക്തമായി അധിക്ഷേപിക്കാറുണ്ട്. ഖബർ സിയാറത്തിനെ നിഷേധിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയും ഖബർ സിയാറത്തുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങൾ ബാക്കിയാവുന്നതിൽ ഒന്നാണ്. അപ്പോൾ നമ്മുടെ ആൺമക്കൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ അടുത്ത് വന്നും അല്ലാതെയും ഉപ്പാക്ക് ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, ഖബർ വിശാലമാക്കണമേ, അവരെ സ്വർഗത്തിലാക്കണേ, അവരോട് കരുണ ചെയ്യണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്കുണ്ടാകണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പെൺമക്കളും അള്ളാഹുവോട് കൈനീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുമാണ് ഇസ്ലാം ഖബർ സിയാറത്ത് പഠിപ്പിച്ചത്. എന്നാൽ ഈ ഖബർ സിയാറത്തിനെ നേരെ അട്ടിമറിച്ച് യഹൂദ ക്രൈസ്തവ വിഭാഗത്തെ അള്ളാഹു ശപിക്കാൻ കാരണമായി എന്നതിന് റസൂലുള്ളാഹി പറഞ്ഞ കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്നാണ്. അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്നിടത്ത് മരണപ്പെട്ടവരോട് എന്നും മരണത്തെക്കുറിച്ച് ഓർക്കാൻ എന്നിടത്ത് ദുനിയാവിനെ കുറിച്ച് ഓർക്കാൻ എന്നതുമാക്കി മാറ്റുകയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തജ്അൽ ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഈദിന്റെ സ്ഥലമാക്കി മാറ്റരുത്, വസനം യുഅബദ്, ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത് എന്ന്. വിഗ്രഹത്തിന്റെ അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ ഖബറിന്റെ അടുത്ത് നടന്നാൽ തത്വത്തിൽ വിഗ്രഹമായി മാറും. അതാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം നമ്മുടെ ജില്ലയിലും മറ്റു പരിസര പ്രദേശങ്ങളിലും മറ്റു ജില്ലകളിലുമെല്ലാം
ജാറങ്ങളിൽ മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് പോലും അറിയാത്ത സ്ഥലങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിലെ കടാങ്കോട് ആരാണ് അവിടെ മരിച്ചു കിടക്കുന്നത് എന്നറിയില്ല. അഡ്രസ് ഇല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഗതികേട്. ഈ ലോകത്ത് നാഥനെ മാത്രം, പടച്ചവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ട മുസ്ലിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ. നോക്കൂ, ഖബറിന്റെ അടുത്ത് നടക്കുന്ന രംഗങ്ങൾ, റുകൂഉം അതേപോലെ തന്നെ നിലവിളക്ക് നിങ്ങൾക്ക് കാണാം. മന്ത്രി കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്താതിരുന്നപ്പോൾ, ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താതിരുന്നപ്പോൾ, ആ നിലവിളക്ക് കൊളുത്താതിരുന്ന കാര്യത്തെ വർഗീയതയായും വിഭാഗീയതയായും പലരും വിശേഷിപ്പിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞു, നിലവിളക്ക് എന്നത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുവോ അടയാളമോ ആകാം, അതിനെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്നാണ്. അഗ്നി ആരാധനയുടെ, ബഹുദൈവ ആരാധനയുടെ ഭാഗമായതുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന്. ആ നിലവിളക്ക് ആരാണ് കടാങ്കോട് ജാറത്തിൽ കൊണ്ടുവച്ചത്? ആരാണ് പുത്തമ്പള്ളിയിൽ കൊണ്ടുവച്ചത്? ആരാണ് CM മക്കാമിൽ കൊണ്ടുവച്ചത്? വ്യത്യസ്ത ജാറങ്ങളിൽ ആരാണ് കൊണ്ടുവച്ചത്? നമ്മൾ ചിന്തിക്കേണ്ട വശമല്ലേ? മാത്രമല്ല, സമസ്ത തന്നെ നിലവിളക്ക് ഇസ്ലാമല്ല എന്ന് പറഞ്ഞെങ്കിൽ കണ്ണൂർ ജില്ലയിലെ തന്നെ കമ്പിൽ പ്രദേശത്ത് ഇർഷാദുൽ ഇബാദിൽ നിന്ന് ഖബറിന്മേൽ വിളക്ക് വെക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിച്ച സന്ദർഭത്തിൽ അത് ഖബറിന്മേൽ എന്നല്ലേ പറഞ്ഞത്, ഖബറിന്റെ അടുത്ത് വെക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. സമസ്തക്ക് മറുപടി പറയുന്ന അവസ്ഥയിലാണ് കമ്പിലെ ചില പണ്ഡിതന്മാർ എത്തിയിട്ടുള്ളത്. സമസ്ത പറഞ്ഞത് നിലവിളക്ക് അഗ്നി ആരാധനയുടെ, ബഹുദൈവ ആരാധനയുടെ ഭാഗമായതുകൊണ്ട് കൊളുത്താൻ പാടില്ല, അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താതിരുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. അപ്പോൾ നമ്മൾ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കണം, നിലവിളക്ക് ഇസ്ലാമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം പള്ളികളിൽ മഗ്‌രിബിന്റെ സമയത്തോ മറ്റോ നിലവിളക്ക് കൊളുത്താറുണ്ടോ? മുസ്ലിം വീടുകളിൽ നിലവിളക്ക് കൊളുത്താറുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബറിന്റെ അടുത്ത് സുജൂദും അതേപോലെ തന്നെ ഖബറിന്റെ അടുത്ത് തവാഫും, ഖബറിന്റെ അടുത്ത് അജ്മീർ നമ്മുടെ മുസ്ലിയാക്കന്മാർ തീർത്ഥാടനത്തിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന അജ്മീറിൽ പൂവുമായി ജനങ്ങൾ പോകുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ആ തീർത്ഥാടനത്തെയാണ് വഴിതിരിച്ചു വിട്ട് അജ്മീറിലേക്കാക്കി മാറ്റുന്നത്. മുസ്ലിങ്ങൾക്ക് തവാഫ് ചെയ്യാൻ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് യഥാർത്ഥത്തിൽ കഅബ മാത്രമാണ്. അവിടെ പോയി തവാഫ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ദിരാഗാന്ധി ഉള്ളാൽ മക്കാമിൽ വന്ന് പ്രദക്ഷിണം ചെയ്തു എന്ന വാർത്ത മുമ്പ് നമ്മൾ മാതൃഭൂമിയിലൂടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമിന്റെ മുഖം തന്നെ മാറിപ്പോകുന്ന രൂപത്തിലാണ്. ഒരുപക്ഷെ ഈ കാണുന്ന രംഗങ്ങളൊക്കെ കേരളത്തിന് പുറത്തല്ല എന്ന് ചോദിക്കാം. എന്നാൽ വൈലത്തൂർ തങ്ങൾ മദ്രാസിൽ പോയപ്പോൾ ആ ഖബറിന്റെ അടുത്ത് കാണിക്കുന്ന രംഗം നിങ്ങളൊന്ന് നോക്കുക. നോക്കൂ, ഈ ഭീകരമായ രംഗം ആർക്കാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഖബറിന്റെ അടുത്ത് ഈ കാട്ടിക്കൂട്ടലുകൾ പണ്ഡിതന്മാർ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല, മഅ്ദിൽ ഉലൂം ദശവാർഷിക ഉപഹാരത്തിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. ഇങ്ങനെ സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ലെന്ന് ഫത്വ നൽകിയാൽ ഈ സമൂഹം എത്രമാത്രം അപകടകരമായ ശിർക്കിലേക്കാണ് പോവുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള സ്വലാത്ത്, ആ സ്വലാത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദുകൾ സ്വലാത്ത് ചെല്ലാത്തവരാണെന്നുള്ള ആരോപണം പലപ്പോഴും പറയാറുണ്ട്. ശരിയല്ല. മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. യഥാർത്ഥത്തിൽ അവരാണ് സ്വലാത്ത് ചൊല്ലുന്നത്. പക്ഷേ സ്വലാത്ത് നഗറിനെയും സ്വലാത്ത് കച്ചവടത്തെയും മുജാഹിദുകൾ ശക്തമായി എതിർക്കുന്നു.
സമസ്ത തന്നെ ഇറക്കിയിട്ടുള്ള ജൂബിലിക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ള മദ്രസാ കുട്ടികളെടുത്ത് കൊടുത്തയച്ചിട്ടുള്ള